ഡിയർ നൻബ ആൻഡ് നൻബീസ്, വെൽക്കം ടു തുടുപ്പ്. ഹാപ്പി ബർത്ത്ഡേ തലപതി വിജയ്. യെസ്, ഇന്ന് നമ്മുടെ തലപതിയുടെ ബർത്ത്ഡേ ആണ്. അതെ, അപ്പം ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ വന്നിട്ടുണ്ട് വീഡിയോ. അതെ. അതാണ് നമ്മൾ റിയാക്ട് ചെയ്തത്. The GOAT birthday shots. യെസ്, നമുക്ക് അപ്പൊ ആരാണ്? യുവൻ വീഡിയോയിലേക്ക് ശങ്കർ കിടക്കാം. രാജയുടെ മ്യൂസിക്കിൽ. യെസ്, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യാ, ഡിയർ നൻബ ആൻഡ് നൻബീസ്, നമ്മുടെ AGS entertainment. ഡൊമിനോർ ബൈക്ക് ആണെന്ന് തോന്നുന്നല്ലേ? Get ready, Nanba and Nanbi. വിജയൻ എപ്പോഴും കാണിക്കോ? ഡബിൾ റോൾ മറ്റേത് വെച്ച് യങ് ആയിട്ടുള്ളത്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഗോഡ്. September 5th. സെപ്റ്റംബർ 5-നല്ലേ? വേറെ എന്തോ ഉണ്ട് കേട്ടാ. എന്തോ എന്തോ തോന്നുന്നു. ഞാൻ ആവേശം കൊണ്ട് ഞാൻ രോമാഞ്ച കഞ്ചുകനായിരിക്കുകയാണ്. അല്ലെങ്കിലും വിജയുടെ പടം എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും എന്റർടൈൻമെന്റ്. അത് തന്നെയാണ് ആരാധകരെ ആഘോഷം. അതെ, വിജയ് സിനിമ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഉത്സവ പ്രതീതിയാണ് വിജയ് ആരാധകർക്ക്. വിജയദാസല്ല അല്ലാത്തവർക്കും എന്റർടൈൻമെന്റ് വരുന്നു. പുള്ളിയുടെ ഒരു ഇത് കഴിഞ്ഞിട്ടൊരു ബ്രേക്കും വരുന്നുണ്ട്. ഇലക്ഷൻ വരെ ഇനി ഒരു ബ്രേക്ക്. അപ്പൊ അതുവരെയൊക്കെയുള്ള ലാസ്റ്റ് പടമാണ്. ലാസ്റ്റ് പടം ആവാം. അത് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഇനി തിരിച്ചു വരുമെന്ന് കണ്ടറിയാം. തിരിച്ചു വരണേ എന്നാണ് എന്റെ പ്രാർത്ഥന. എല്ലാവരുടെയും പ്രാർത്ഥന അത് തന്നെയാണ്. രാഷ്ട്രീയം പിന്നെ അതോടെ സ്വകാര്യത നമ്മളും പറയാം. പക്ഷെ നമ്മൾ കാണാൻ ആഗ്രഹം രാഷ്ട്രീയത്തിലല്ല, സിനിമയിലാണ്. അത് വേറെ കാര്യം. രാഷ്ട്രീയത്തിലും പുള്ളി ശോഭിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പുള്ളിയുടെ ഇത് വെച്ചിട്ട് ഫാൻസ് ഉണ്ടല്ലോ, ഫാൻസ് ഒരുപാട് ആൾക്കാർ സ്നേഹിക്കാനുള്ള ഒരാളല്ലേ തമിഴ്നാട്ടിലെ. കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ. നമ്മൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ട്രിവാൻഡ്രത്ത് വന്നപ്പം ഒരു ദിവസം ഫുള്ള് ബ്ലോക്കായിരുന്നു ട്രിവാൻഡ്രം. അത് തന്നെ ഇവിടത്തെ മലയാള സിനിമ എടുത്താൽ തന്നെ തമിഴില് വിജയുടെ സിനിമ വരുന്ന ഇവിടെ ഒരു ഉത്സവമാണ്. ആ പ്രതീതിയാണ് ഇവിടെ. വേറെ ഒരു നടനും അത് പറയാൻ പറ്റത്തില്ല. ഇപ്പം രജനീകാന്ത് ആണെങ്കിലും മലയാളത്തില് ആ ഒരു ഇത് വരുന്നില്ല. അത്രമേൽ ഹൈപ്പ് വരുന്നൊരു സിനിമ. ഇപ്പൊ വിജയുടെ ലോ ഹൈപ്പിൽ വരുന്നൊരു സിനിമ ആയിരുന്നാൽ കൂടി ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ ക്രൗഡും കാര്യങ്ങളും എല്ലാം. എന്നാലും നമുക്ക് മിനിമം ഗ്യാരണ്ടി അതിന്റെ അകത്ത് നമുക്ക് കിട്ടേണ്ട ഗൂസ് ബംസ് നമുക്ക് അർമാദിക്കാം. സിനിമ സ്റ്റോറി പോട്ടെ, ഡാൻസ് ആണ്, പാടാനും ഫൈറ്റ് എന്തെങ്കിലും നമുക്ക് വേണ്ടി. ഉള്ളടക്കം വലുതായിട്ട് നോക്കിയില്ലെങ്കിൽ അതെ നമുക്ക് ആ ഒരു ആവേശം കിട്ടിയത്. വിജയ് മൂവി എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ആവേശം കിട്ടും. വിജയ് മൂവി കാണാൻ പോകുന്നത് അതിനാണ്. നമുക്ക് ആ ഒരു പുള്ളി വരുമ്പോ ഒരു സ്ക്രീൻ പ്രസൻസ്, നമുക്കൊരു കിട്ടുന്ന ഒരു ഗൂസ് ബംസ്, നമുക്കൊരു എനർജി കിട്ടും, സ്പെഷ്യൽ എനർജി. അത് കാണാനാണ് എല്ലാരും പോകുന്നത്. പിന്നെ നീ ഒരു അല്ല ഇവൻ സൂര്യയുടെ ഫസ്റ്റ് ഷോയ്ക്ക് പോകത്തില്ലെങ്കിൽ വിജയുടെ ഫസ്റ്റ് ഷോയ്ക്ക്. അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട് ഒരിക്കൽ തെറി കാണാൻ വന്നിരുന്നത്. രാവിലെ ഫസ്റ്റ് ഷോയ്ക്ക് പോവാ. എന്തിനാണെന്നറിയാം. അതാണ് ഞാൻ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തത്. വിജയ ഫാൻസിന് മാത്രമല്ല എല്ലാവർക്കും ഒരു ഉത്സവമാണത്. നീ മുൻജാമ്യം എടുത്തല്ലാടാ. എന്തായാലും സിനിമ അടിപൊളിയാണ്, ആയിരിക്കും, വമ്പ ഹിറ്റ് ആയിരിക്കും. കാരണം ലാസ്റ്റ് എന്ന് പറയുമ്പോ തന്നെ ഒരു ഹൈപ്പ് നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ കൂടി നമുക്കൊരു ഹൈപ്പ് വരുന്നുണ്ട് ആ സിനിമയ്ക്ക്. എല്ലാരും പോയി കാണുന്നു. ഇനി ഒരു വിജയ് പടം ഇല്ലെങ്കിലോ എന്നുള്ള ഒരു ഇതില് നമുക്ക് ഇനി തിയേറ്ററിൽ കാണാൻ പറ്റിയില്ലല്ലോ. പിന്നെ ഡയറക്ടർ വെങ്കട് പ്രഭു ആണ്. പുള്ളിയുടെ റീസെന്റ് ഇറങ്ങിയ മൂവീസ് എത്ര പോരെങ്കിലും മങ്കാത്ത പോലുള്ള ആ ഒരു സിനിമ മതി പുള്ളിയുടെ റേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടി. എന്തായാലും ഡബിൾ റോൾ ആണ് ഈ സിനിമ. വിജയ് ലാസ്റ്റ് മിക്ക സിനിമയിലും ഡബിൾ റോള്, ട്രിപ്പിൾ റോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു ടൈം ട്രാവൽ സാധനമാണ് എന്ന് പറഞ്ഞൊരു റൂമർ കേട്ടു. അപ്പൊ ഇനിയിപ്പൊ അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് വന്നതാണോ, യങ് വിജയും ഓൾഡ് വിജയ് എങ്ങനെയാണോ എന്നുള്ളത് ഇനി നമുക്ക് സിനിമ അറിയണം. അണ്ണന്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾക്ക് ഫാൻസിന് എല്ലാവർക്കും ആഘോഷിക്കാനായിട്ട് വെങ്കട് പ്രഭു നല്ലൊരു ഷോട്ടാണ് തന്നേക്കുന്നത് അല്ലേ? എല്ലാരും പ്രതീക്ഷിച്ചിരുന്നാണ് ഈ ഒരു ദിവസം എന്തെങ്കിലും ഒരു ഫസ്റ്റ് ലുക്കോ ട്രെയിലറോ. ഞാനൊരു ഫസ്റ്റ് ലുക്ക് ആണ് കേട്ടോ, ഫസ്റ്റ് ലുക്ക് അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ പോസ്റ്റർ അങ്ങനെ എന്താണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇന്നൊരു പാട്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയിട്ടുണ്ട്.
അപ്പോ എല്ലാരും കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാരും ആവേശത്തിലാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും സെപ്റ്റംബർ 5 വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതെ. അപ്പോ ഓക്കെ, ബൈ. ബൈ.